ഇന്നലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഷാഫി പറമ്പിൽ അവിടെ നടത്തിയിട്ടുള്ള പേക്കൂത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം പേരാമ്പ്ര ഇന്നലെ UDF ഹർത്താലാണ്. പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പഞ്ചായത്ത് ഓഫീസ് അടപ്പിക്കാൻ വന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം നടത്തി. ഞങ്ങൾ സമാധാനപരമായിട്ട് മാത്രം അതിനെ കണ്ടു. വൈകിട്ട് ഞങ്ങളൊരു പ്രകടനം LDFന്റെ ഒരു പ്രകടനം നടത്തി. UDFന്റെ പ്രകടനമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പേരാമ്പ്ര DYSP വളരെ കൃത്യമായി ഞങ്ങൾ പ്രകടനം നടത്തുന്നതിന് റൂട്ടും അവരുടെ പ്രകടനം നടത്തുന്നതിന് റൂട്ടും തയ്യാറാക്കി. ഞങ്ങൾ കൃത്യം 5:30 മണിക്ക് തന്നെ പ്രകടനം നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കേന്ദ്രീകരിച്ച് മൈക്കൊന്നും ഉപയോഗിക്കാതെ 10 മിനിറ്റ് സംസാരിച്ച് യോഗം പിരിഞ്ഞു. ഞങ്ങളുടെ സഖാക്കളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറയുകയും ചെയ്തു. എന്നാൽ UDF പ്രകടനത്തിന് വേണ്ടി ആളുകൾ തടിച്ചുകൂടി 1.5 മണിക്കൂർ MP കാത്തിരിക്കുകയാണ്. ആ 1.5 മണിക്കൂർ പേരാമ്പ്രയിലെ ഗതാഗതവും അതേപോലെ തന്നെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഷാഫി വന്ന ഉടനെ തന്നെ പോലീസ് വലയം ഭേദിച്ച് പോലീസുമായി തട്ടിക്കയറി. ആ തട്ടിക്കയറിൻ്റെ ഭാഗമാണ് ഗ്രനേഡ് DYSPയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്രനേഡ് കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഗ്രനേഡ് പൊട്ടി DYSPക്ക് പരിക്കേൽക്കുന്നത്. പിന്നീട് ലാത്തി ഉപയോഗിച്ച് തള്ളിച്ച മാറ്റാൻ നിന്നപ്പോൾ ആ ലാത്തി പിടിച്ചുകൊണ്ട് പോലീസ് വലയത്തെ ഭേദിക്കുകയും പോലീസുമായിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ സമീപനവുമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ MP ചെയ്തത്. സാധാരണ MP എന്ന നിലയിൽ ഏത് ജനപ്രതിനിധി വന്നാലും അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. എല്ലാ രാഷ്ട്രീയത്തിലുള്ള ജനപ്രതിനിധികളും സാധാരണ ചെയ്യാറുള്ളത് ഒരു കീഴ്വഴക്കമായി നമ്മൾ കാണാറുള്ളത് അതാണ്. എന്നാൽ ഇദ്ദേഹം അതല്ല ചെയ്തത്. ഇദ്ദേഹത്തിന് ഇപ്പം മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളീയ സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പം ഇതേപോലെയുള്ള ചില സീനുകളുണ്ടാക്കി ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുപിടിക്കാനും ഇദ്ദേഹത്തിൻ്റെ ജാള്യത മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഗൂഢമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും അപലപനീയമാണ്.